ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ഫോർ ടൈമാസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനത് ഈ കാണുന്ന പറകിലെ തൊട്ടിൽ ഞാൻ അച്ഛനോട് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വല്ലതും കിട്ടുമോ നോക്കി നോക്കാം. കച്ചറായിട്ടുണ്ടോ? ഈ കാണുന്ന സ്ഥലം മുന്നേ മീൻപിടുത്തക്കാർ വന്ന് മീനൊക്കെ പിടിച്ച് പോയതാണ്. പിന്നെ ഇത് പിടിക്കാത്ത സ്ഥലത്തു നിന്ന് ഒന്ന് രണ്ട് മീൻ ഇവിടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കിട്ടുമോ നോക്കണം നമ്മൾ. അപ്പോൾ അപ്പുറത്തും കണ്ണാടിയിലൊക്കെ കാണിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ട മീൻ അത്ര ചെറുതൊന്നല്ല, അത്യാവശ്യം വലിയൊരു മീനാണ് നമ്മൾ കണ്ടത്. പിന്നെ ഒരു ഇടത്തരം വരാലും. അപ്പോൾ അങ്ങനെ രണ്ട് ബ്രാലിനെ കണ്ടിട്ടുണ്ട്. ഇനി വേറെ ഉണ്ടോയെന്ന് അറിയില്ല. വെള്ളം കണ്ടില്ല, വളരെ കുറവുള്ളൂ. പക്ഷേ ഇതിൻ്റെ സൈഡിൽ വലിയൊരു കുഴിയുണ്ട്. ആ കുഴിയിലാണ് അവറ്റുള്ളത് നിന്നിരുന്നത്. പിന്നെ അതിൽ കച്ചറയുണ്ട്. ഈ രണ്ട് സൈഡിൽ നിന്ന് വീണിട്ട് ഈ മരത്തിൻ്റെ ചില്ലൊക്കെ വീണിട്ടുള്ള കച്ചറ, പിന്നെ ഓലമടൽ കുറേയൊക്കെ മുന്നത്തെ മീൻപിടുത്തക്കാരുടെ വലിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്നാലും അതിൽ അത്യാവശ്യമുണ്ട്. ഇത് ഈ മാവിൻ്റെ ഇലയൊക്കെ ഒരുപാടുണ്ട്. അതിൻ്റെ ഒന്നും കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മളത് ആദ്യത്തെ ഒരു വല വീശാനൊന്നും പറ്റില്ല, നമ്മളിത് വലിച്ചു വയ്ക്കുകയാണ്. കാരണം അധികം വെള്ളമൊന്നുമില്ല. വെള്ളം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കിട്ടും. ഒന്ന് രണ്ട് വല അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്തായാലും കിട്ടും. നമുക്ക് എന്തായാലും പരമാവധി കിട്ടുമെന്ന് നോക്കി നോക്കണം. അത്യാവശ്യം ഒരു വലിയ മീൻ തന്നെയാണ്. നമുക്കിത് വലയിട്ട് തപ്പുമ്പോൾ നല്ല വലിയ മുണ്ടത്തിപ്പരലുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് പുഴയിൽ നിന്നാണ് ഇതുപോലത്തെ വലിയ മുണ്ടത്തിപ്പരലുകൾ സാധാരണ തോന കിട്ടാറുള്ളത്. ഈ ഭാഗത്തൊക്കെ ചണ്ടി പിടിച്ച് കിടക്കുന്ന സ്ഥലമായ കാരണം കൊണ്ട് അധികം നിൽക്കാറൊന്നുമില്ല. പക്ഷേ ഇത് മീൻപിടുത്തക്കാർ ചണ്ടി വലിച്ച കാരണം കൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് കയറിക്കണതുകൊണ്ട് നല്ല വലിയ മുണ്ടത്തിപ്പരലുകൾ കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ നല്ല അടിപൊളി കല്ലുത്തികൾ, വലിയ കല്ലുത്തികളുണ്ട്. നമുക്ക് ആദ്യം ഒരു പരൽ തന്നെ കിട്ടിയത്, നല്ല വലിയൊരു മുണ്ടത്തിപ്പരൽ. നമുക്ക് ഇടയ്ക്കും തലക്കൊക്കെ ആയിട്ട് പരലും കല്ലുത്തിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് വീണ്ടും ഒരു മുണ്ടത്തി പരല് കിട്ടി. പിന്നെ നമുക്ക് കിട്ടുന്നത് തൂളിയാണ്. തൂളി വലുതൊന്നല്ല, ചെറുത് ഇടത്തരം തൂളുകൾ കിട്ടുന്നുണ്ട്. ഒരു 2 വിരൽ വീതിയുള്ള നീളത്തിലുള്ള തൂളുകളൊക്കെ കിട്ടുന്നുണ്ട്. വലിയ മീനുകളൊക്കെ വെള്ളം കുറഞ്ഞോട് കൂടിയിട്ട് എല്ലാതും ഇറങ്ങിപ്പോയിട്ടുണ്ടാകും പുഴയ്ക്ക് തന്നെ. ഇതിൻ്റെ ബാക്കി അവസാനം പാറ്റിയിട്ട് വലുതായിട്ട് ഉണ്ടാവണമാണ് ഇതിൽ കിടക്കുന്നത് തോന്നുന്നുണ്ട്. അതാണ് ഈ ചെറിയ തൂളികൾ കിട്ടുന്നത്. പുഴയിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം വലിയ തൂളുകൾ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇതിൽ പുതുമഴയ്ക്കൊക്കെ കയറി വന്നിട്ട് അത്യാവശ്യം വലിയ തുള്ളികൾ ഇവിടേക്ക് ചൂണ്ടൊക്കെ ഇട്ടിട്ട് കിട്ടാറുണ്ട് ആൾക്കാർക്ക്. പക്ഷെ നമുക്ക് ഈ വെള്ളം വലിയ ടൈമിൽ നമുക്ക് അധികം വലിയ മീനുകളൊന്നും അധികം കിട്ടാറില്ല. തൂളി, പരല് അതൊക്കെ പെട്ടെന്ന് ഇറങ്ങി പോകും. വാള, പക്ഷെ അതിനൊക്കെ ചെറുത് ഇല്ല, ഒരുപാടുണ്ടാവും. അത്ര വലുതല്ലാത്ത സൈസ് ഒരുപാടുണ്ടാവും ഇതിൽ. പിന്നെ ബ്രാല് വലുത് എല്ലാ കൊല്ലം ആര് പിടിച്ചാലും കിട്ടുന്നതാണ്. നമ്മളല്ലെങ്കിൽ ആദ്യം പിടിക്കുന്ന ആൾക്കാർക്ക് ആരായാലും വലിയ മീനുകൾ ഒരുപാട് കിട്ടാറുണ്ട്. നമുക്ക് ഇതുവരെയായിട്ടും 2 വല വലിച്ചു വെച്ചു. ആ ബ്രാലിന് ഇതുവരെ നമുക്ക് ആ ചെളിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചെളിയല്ല, ചമ്മലയാണ് അടിയിൽ. കുറേയൊക്കെ നമ്മൾ വലിച്ചിട്ട് കരസൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ പരല് അതൊരുപാട് കിട്ടുന്നുണ്ട്. മുണ്ടത്തിപ്പരലും തൂളിയും കല്ലുത്തിയും കിട്ടുന്നുണ്ട്. പിന്നെ ഇടത്തരം വാളക്കുട്ടികൾ അത് ആ 2 തടവലയിൽ അവരുടെയൊക്കെ പോയിട്ട് തല്ലുന്നുണ്ട്. ഒരു 4-5 എണ്ണത്തിനെ കണ്ടു. എന്തായാലും ഏതൊക്കെ ഒരു വലയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഒരു വല മറ്റേ തടവലയുടെ അടുത്തേക്കായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പുറത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ വല അങ്ങോട്ടും ഇങ്ങോട്ടും അറച്ചു വെച്ച് പോയതാണ്. ഞാൻ അവസാനം ആ ഭാഗം തന്നെ ഉള്ളൂ. അതൊന്നും നമുക്ക് മുണ്ടത്തിപ്പരല് കിട്ടുന്നുണ്ട്. പിന്നെ തൂളിക്കുട്ടികൾ കണ്ടില്ലേ എൻ്റെ കയ്യിൽ. അപ്പോൾ അത്യാവശ്യം വലിയ പരല് തന്നെ കിട്ടണത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയൊക്കെ നല്ല ചണ്ടി തിങ്ങി കിടക്കുകയാണ്. മീൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പിന്നെ വെള്ളം ഇത് ഇത്ര വെള്ളം തന്നെ എല്ലായിടത്തേക്കും ഒരു അത്യാവശ്യം നീളത്തിൽ കിടക്കുന്നുണ്ട്. പണ്ടാണെങ്കിൽ ഇവിടെയൊക്കെ മോട്ടർ വെച്ചിട്ട് ഈ പറമ്പൊക്കെ നനയ്ക്കുമ്പോൾ പെട്ടെന്ന് പറ്റിയായിരുന്നു. ഇപ്പോൾ ആരും നനയ്ക്കണമൊന്നും കാണാനല്ല. നമ്മുടെ തടവലയിൽ ഒരു വാളക്കുട്ടിയും പിന്നെ ഒരു മുണ്ടത്തിപ്പാരലും കുത്തിയിട്ടുണ്ട്. നമുക്ക് അതിനെന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം. അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ വരും. വന്നിട്ട് ഇപ്പുറത്തെ വലയിൽ കയറുന്ന ചാടും. അത്ര ഉണ്ടാവാൻ പോണത്. കാരണം അപ്പുറത്തും പോകാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വലയിൽ ചാടും. കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് അതിലും ഒന്ന് മുട്ടി ചാടും.
അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഓടികൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്കൊരു വാളക്കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ആ മുണ്ടത്തിപ്പാറിൽ കൊണ്ട് തന്നെ പോകുന്നു. നമ്മുടെ അവിടെ പരലിന് അത്യാവശ്യം തരക്കേടില്ലാത്ത റേറ്റ് ഉണ്ട്. കിലോന് 200-250 റുപ്യ കിട്ടും വലിയ പരലിനൊക്കെ. പിന്നെ വാളക്കുട്ടിക്ക് അധികം പൈസ ഒന്നും കിട്ടില്ല നമുക്ക്. ഇവിടെ വാള ഒരു 1/2 കിലോ 1 കിലോനൊക്കെ സൈസ് ഉള്ളത് കിട്ടുകയാണെങ്കിൽ തന്നെ 300 രൂപ 400 രൂപ സൈസിലാണ് ആ ഒരു റേറ്റിലാണ് പോവുക. നിങ്ങളവിടെയൊക്കെ എത്താൻ പോകുന്ന വാളയ്ക്ക് എത്ര റേറ്റ് ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളവിടെയൊക്കെ അത്ര കിട്ടുന്നുള്ളൂ. എത്ര വലിയ വാളയിൽ മാക്സിമം കിലോന് 300 രൂപ, അതിലപ്പുറത്തേക്ക് ആരും വാങ്ങിക്കുന്നില്ല. ഗൈസ് അങ്ങനെ നമ്മൾ അവസാനം നമുക്ക് ആ പരാലിനെ ഇവിടെ തന്നെ കിട്ടി. ആ കുഴിയിൽ നിന്ന് അത് അവിടെ പതിഞ്ഞ് കിടക്കായിരുന്നു ആ ചമ്മലയിൽ. അപ്പോൾ നമ്മളെ വല ഇട്ടിട്ട് ആ വലയിൽ കിട്ടി. അപ്പോൾ അത്ര ചെറുതൊന്നും അത്യാവശ്യം നല്ല വലിയൊരു വരാലിനെ നമുക്ക് കിട്ടിയത്. അടുത്ത് കൊടുന്ന് കാണിച്ചു തരാം. നമുക്കിതേ നല്ല കിട്ടില്ല ഒരു വരാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അവസാനം വെച്ച് തൊട്ടപ്പുറത്തേക്ക് പോവാം. അപ്പോൾ അതെ നമുക്ക് ഇവിടുന്ന് ഇത്രയും മീനുകളാണ് കിട്ടിയത്. കുറേ പരല് കിട്ടിയിട്ടുണ്ട്, പിന്നെ തൂളി, ഇതേ ഇടത്തരം വാളക്കുട്ടികളൊന്നും രണ്ടെണ്ണം, പിന്നെ ഈ കിടക്കുന്ന ഒരു ഇടത്തരം വരാലും പിന്നെ വലിയൊരു വരാലും. അങ്ങനെ നമുക്ക് കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഇവിടുത്തെ രണ്ടാമത് വന്ന സ്ഥലത്ത് നല്ലൊരു വരാലുണ്ടായിരുന്നു, നല്ല കിഡിലൊരു വരാല്. അപ്പോൾ നമ്മൾക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനത് ക്യാമറ ഓണാക്കി ചെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് വല ഇടണമെന്ന് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ആ വലയിൽ മീനെ കിട്ടിയപ്പോൾ ഞാൻ വന്ന് നോക്കുകയാണ് അതിലുണ്ടോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ അത് റെക്കോർഡിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ കിട്ടിയത് അത് വലയിൽ നിന്ന് എടുക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വലയിൽ നിന്ന് എടുത്തിട്ട് മേക്കലേക്ക് ഇട്ടിട്ട് കാണാം. കാരണം ഈ കാണുന്ന സ്ഥലത്ത് വെള്ളം കുറവാണെങ്കിലും അത്യാവശ്യം ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒലിച്ച് വന്നിട്ടും ഒക്കെ ആയിട്ട് കിടക്കണ ഒരുപാട് ചില്ലുകളുണ്ട്. അപ്പം അതൊക്കെ കായമേ കൊള്ളനായിട്ട് മുന്നേ നമുക്ക് മേലെ കയറാം. സംഭവത്തിൽ നല്ല കിഡിലൊരു വരാലിനെ നമുക്ക് കണ്ടിട്ടുണ്ട്. അതിന് നമുക്കതിൽ കിട്ടുകയും ചെയ്തു. അതിനത് അവിടെ മടക്കി പിടിച്ചൊക്കെയാണ്. നമുക്ക് ഇനി ഇപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഏറെക്കുറെ മൂട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിനെടുത്തിട്ട് മേലേക്ക് കയറാം. അതിൻ്റെ അടിയിൽ എന്തോ ഒന്നുണ്ടാ പോലെ തോന്നി. ഇത് എടുത്തിട്ട് മതി. ഇത് കൂട്ടണ്ടേ? ഇത് കൂട്ടല്ലേ? വല കൂട്ടല്ലേ? വല കൂട്ടി കണ്ട. അതേ കണ്ട ആ വലയിൽ മടങ്ങിയെടുക്കണ്ട. അത് വലിയൊരു വരാലാണ്. കണ്ട അത്യാവശ്യം വലിയൊരു വരാലാണ് നമ്മൾക്ക് കിട്ടിയത്. നമ്മളെ കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ അതിങ്ങനെ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞടക്കുന്നത് കണ്ടു. നമ്മളെ കുറച്ച് ചണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. പക്ഷെ അത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക്. പിന്നെ അതേ ആ കാണുന്ന ഒരു കവുങ്ങ് വീണെടുക്കണ്ടില്ല, അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് എന്തോ ഇളകിയ പോലെ തോന്നി. അപ്പോൾ ഞാനത് തപ്പി നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി വലട്ട് പിടിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് മെല്ലെ കയറാം. ചിലപ്പോൾ വല്ല നീർക്കോലി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് ചണ്ടിയുടെ ഇടയിൽ ശരിക്കും അറിയേണ്ടതാണ് എന്താണെന്നുള്ളത്. അവിടെ കവുങ്ങ് മാത്രമല്ല, അപ്പുറത്തെ പറമ്പിലെ കവുങ്ങും തെങ്ങും എല്ലാതും വീണിട്ട് അവിടെ തന്നെ കിടക്കുന്നത്. കാറ്റിന് വീണാണ് മഴക്കാലത്ത്. ഗൈസ് അങ്ങനെ നമുക്ക് അവസാനം ഇതേ 2 മീനെ കിട്ടി. കണ്ടില്ലേ? അല്ല ഒരെണ്ണം പൊടി വലിപ്പമുണ്ട്, കണ്ടോ? നല്ല സൈസ് ബ്രാൽ തന്നെയാണ്. ഒരെണ്ണം ഒരു ഇടത്തരം ഒരു 10-250 ഗ്രാമായിട്ടുണ്ടാവും. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ മീൻപിടുത്തം ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ 2-3 മീനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനായിട്ട് വന്നതാണ്. സംഭവം 2-3 കിട്ടി. പിന്നെ കുറച്ച് പൊടിപ്പാരൽ, പിന്നെ എന്താ പറയുക തൂളി, അതൊക്കെ ആയിട്ട് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനിൻ്റെ കുറച്ച് നമ്മളിവിടെ വെള്ളത്തിൽ തച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ 2-3 ബ്രാലിനെ കണ്ടിട്ടുണ്ടായിരുന്നത്, അതിനെ നമുക്ക് കിട്ടി. പിന്നെ അതേ 1-2 വാളക്കുട്ടികൾ, പിന്നെ തൂളി, അങ്ങനെയുള്ള മീനുകളാണുള്ളത്. മുണ്ടത്തിപ്പാരൽ, പിന്നെ കല്ലുത്തി ഉണ്ട്. അതിൽ വേണ്ട നല്ല സൈസ് ഒരു വരാൽ നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.